എന്താണ് പഠിക്കേണ്ടത്, എന്തിന് നാം പഠിക്കണം, എന്തെല്ലാം നാം പഠിച്ചെടുക്കേണ്ടതുണ്ട്, പഠിച്ചെടുത്തത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, പ്രയോഗിക്കേണ്ട പ്രയോറിറ്റി എങ്ങനെ നിശ്ചയിക്കപ്പെടണം. തനിക്ക് ലഭിക്കുന്ന അറിവിൽ താൻ രാജാവാണെങ്കിലും തന്നിൽ മാത്രമാണ് അറിവെന്ന് വിശ്വസിക്കുന്നവൻ മണ്ടനാണ് എന്നുള്ളതാണ്. അറിവ് പടർന്നു കിടക്കുന്ന ഈ ലോകത്തൊരു പഠിതാവായി നമുക്ക് മുന്നേറാം. അറിവുകൾ കരസ്ഥമാക്കി പുരോഗതികൾ കൈവരിക്കാം. നമ്മെ തേടിയെത്തുന്നവർക്ക് കൃത്യതയും വ്യക്തതയും നൽകുന്ന അറിവുകൾ നമുക്ക് പകർന്നു നൽകാം. ടോറ ഷോട്ടക്കാൻ കരാട്ടെ UAE കോച്ച് ഷജീർ കളരിക്കൽ കഴിഞ്ഞ 2 മാസമായി അജ്മാനിലെ റുമൈല 1 ടവറിൽ ഫിറ്റ്നസ് 1 എന്ന സ്ഥാപനത്തിൽ എൻ്റെ ബേസിക് ക്ലാസ് ആരംഭിച്ച് വരികയാണ്. 2 മാസം പിന്നിടുമ്പോൾ 20-ൽ താഴെ കുട്ടികൾ അഡ്മിഷൻ സ്വീകരിക്കുകയും അതിൽ വളരെ നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ച 3 കുട്ടികളെ തിരഞ്ഞെടുത്ത് യെല്ലോ സിലബസിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്തിരിക്കുകയാണ്. UAEയിലെ പ്രശസ്ത ഫിറ്റ്നസ് സ്ഥാപനമായ ഫിറ്റ്നസ് 1ന്റെ 3ാമത്തെ ബ്രാഞ്ചായ അജ്മാനിലെ റുമൈല 1 ടവറിലാണ് എൻ്റെ ക്ലാസ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ടോറ ഷോട്ടക്കാൻ കരാട്ടെ ഫെഡറേഷൻ ഇന്റർനാഷണൽ കോച്ച് എന്നതിനോടൊപ്പം ഫിറ്റ്നസ് മേഖലയിൽ റെപ്സ് ഇന്ത്യ സർട്ടിഫിക്കറ്റഡ് ആയ ഒരു പ്രൊഫഷണൽ ട്രെയിനറും കൂടിയാണ് ഞാൻ. എൻ്റെ ക്ലാസ്സിൽ പരിശീലനത്തിന് വരുന്ന കുട്ടികളുടെ ആരോഗ്യം പൂർണ്ണമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ഞാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കായിക മേഖലയിൽ പരിശീലനം നേടുന്നവർക്ക് സംഭവിക്കുന്നതാണ് ശാരീരികമായ പരിക്ക്. അത്തരത്തിലുള്ള പരിക്കുകളിൽ നിന്ന് മോചനം നൽകുന്ന തരത്തിലുള്ള പരിശീലനമാണ് ഞാൻ ഇവിടെ നൽകി വരുന്നത്. എൻ്റെ ക്ലാസ്സിൽ അഡ്മിഷൻ സ്വീകരിച്ചിട്ടുള്ള കുട്ടികൾക്ക് ട്രയൽ പരിശീലനം നൽകി അവരും അവരുടെ പേരൻസും പൂർണ്ണ തൃപ്തരാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അഡ്മിഷൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾക്കും എൻ്റെ ക്ലാസ് വിസിറ്റ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ട്രയൽ പരിശീലനത്തിന് വിധേയമാകുകയും തുടർന്ന് നിങ്ങൾ അഡ്മിഷൻ സ്വീകരിച്ചാൽ മതി. മറ്റൊന്ന്, നമ്മുടെ ഈ പ്രവാസ ലോകത്ത് പ്രവാസി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ പലരും തിരക്കിട്ട ജീവിതത്തിലാണ്. നമ്മുടെ ശരീരത്തിന് അനിവാര്യമായ സമയത്തല്ല പലർക്കും ഭക്ഷണവും വെള്ളവും ഉറക്കവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അശ്രദ്ധരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ആവശ്യമായ സമ്പത്തും സമ്പാദ്യവുമായി പിന്നീട് നാം ഒന്ന് കുടുംബത്തോടൊപ്പം ജീവിക്കാം എന്ന് കരുതുമ്പോൾ നാം ആഗ്രഹിക്കുന്ന സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതത്തിന് പക്ഷേ നമ്മുടെ ആരോഗ്യം തടസ്സമാകും എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ ജീവിത രീതിയും സാമൂഹിക ചുറ്റുപാടും. നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്വന്തം അപ്പാർട്ട്മെന്റുകളിലോ മറ്റും 4 ചുവരുക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതം നയിക്കുമ്പോൾ ഓർക്കുക, ലാപ്പിൽ നോക്കിയും അതല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ മേഖലകൾ പകർന്നു നൽകുന്ന സിലബസ് നോക്കിയും ആ മേഖലയിൽ കഴിവുറ്റവനായി ഒരുപക്ഷെ വളർന്നാലും സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു രീതിയായിരിക്കും അവൻ പഠിച്ചു വന്നിട്ടുണ്ടാകുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. കായികപരമായും ശാരീരികമായുള്ള പുരോഗതി കൈവരിക്കപ്പെടാൻ നിങ്ങളുടെ മക്കൾ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള മാർഷൽ ആർട്സിൽ നിങ്ങൾ കുട്ടികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യം സുരക്ഷിതമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുവാണ്. എന്നിൽ വരുന്ന കുട്ടികളെ ഞാൻ പരിശീലിപ്പിച്ച് വരുന്ന രീതി എന്നുള്ളത് ആദ്യം അവരുടെ ആരോഗ്യ സംബന്ധമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പരിശീലനമാണ് നൽകി വരുന്നത്. അവരുടെ മസിൽ സ്ട്രെങ്ത്തും അവരുടെ സ്റ്റാമിനയും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ രണ്ടാമതായി അവർ പഠിച്ചെടുക്കുന്ന അറിവുകൾ യാതൊരു മടിയും പേടിയുമില്ലാതെ സമൂഹത്തിൻ്റെ ഇടയിൽ അത് ഉപയോഗിക്കുവാനുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവും പകർന്നു നൽകുക എന്നുള്ളതാണ്. മൂന്നാമതായി ചാമ്പ്യൻഷിപ്പിലും കോമ്പറ്റീഷനിലെല്ലാം അവർ വളരെയേറെ മികവുറ്റ കഴിവുകൾ തെളിയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാനുള്ള പരിശീലനം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ റുമൈല 1 ടവറിലെ ഫിറ്റ്നസ് 1 എന്ന സ്ഥാപനത്തിലെ എൻ്റെ ക്ലാസ് വിസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളും ഒരു ട്രയൽ പരിശീലനത്തിന് വിധേയമായിക്കൊണ്ട് പൂർണ്ണമായി നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ സ്വീകരിക്കുക. ബൈ.